It's been about a month and 20 days, and we go around and around and play silly games. Now you say you slow it down, not right now. Then you wink at me and walk away. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. Marina was a double Saturday. You're acting like a diva, saying you don't wanna play. It's gotta be a feisty style, raise that pride. I love the way you look at me that way. Now when you order a mojito at the bar, replaying a lip because it came off on the glass. The DJ play your favorite song, honey long. Now you're beckoning for me to dance. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. Ride it, बन जाओ तुम. Ride it, मेरे सनम. Ride it, कैसे हुआ? Ride it, दिल खो गया. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചേ? എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ? ഈശോയെ, ഇനി എണീക്കുമ്പോൾ എല്ലതും ഓർമ്മ കാണുമോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ പറഞ്ഞതൊക്കെ സത്യമാ. മനസ്സ് തട്ടിയാ എന്നോട് ഇന്നലെ പറഞ്ഞേ. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അന്ന് എൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അവിടം തൊട്ട് എനിക്ക് അന്വേഷിക്കണം. ഡെന്നിയുടെ അടുത്ത് പോകണം, ഡെന്നിയോടെല്ലാം സംസാരിക്കണം. ഇന്ന് തൊട്ട് ഇനി അതായിരിക്കണം എനിക്കറിയണ്ടേ. കഴിഞ്ഞു പോയ പാസ്റ്റ്, ഇതുവരെയുള്ളതൊക്കെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. അർജുൻ എങ്ങനെയായി? എഡ്വിൻ എങ്ങനെയായി? എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത്? എല്ലാം അറിയണം. നീനു, എന്റെ ഫോൺ അടിക്കുന്നു. ആരാന്ന് നോക്കിയേ, ഫോൺ എടുത്തോ? ഞാൻ നോക്കാം.
ഷടാ കട്ടായാലോ. ആ നീ വന്നോ? ഇനി നീ തന്നെ വിളിച്ചോ. നീ ഇതുവരെ കോൾ എടുത്തില്ലേ? എടുക്കാൻ നിന്നപ്പോഴേക്കും കട്ടായി പോയി. നീ കണ്ടില്ലേ? നീ ഇത് പിടിച്ചേ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, മമ്മിയുടെ അടുത്ത് ചെല്ലട്ടെ. ചിന്നു ആണല്ലോ വിളിച്ച് നോക്കാം. ഹലോ, നീ ഇതെവിടായിരുന്നു? എത്ര നേരമായി നിന്നെ വിളിക്കുന്നത്? എന്താ ഫോൺ എടുക്കാൻ? ഞാൻ വാഷ്റൂമിലായിരുന്നു. അതാ. നീ കാര്യം പറ, എന്താ വിളിച്ചേ? അതെന്താ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം നിന്നെ വിളിക്കാവൂ? ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? അതല്ല പോത്തെ ഉദ്ദേശിച്ചേ. എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ, അത് പറ. കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, സീരിയസ് ആണ്. നിന്നെ ഒന്ന് അർജന്റായിട്ട് കണ്ട് സംസാരിക്കണം. ഞാനൊരു കഫേയുടെ ലൊക്കേഷൻ അയക്കാം, നീ അവിടോട്ട് വാ. എന്തു പറ്റി? അത്ര സീരിയസ് ആണോ? അങ്ങനെയെങ്കിൽ കഫേയിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നീ ഹോട്ടലിലോട്ട് പോരെ, ഞങ്ങളുടെ അടുത്ത് പോരെ, അതല്ല ബെറ്റർ. എന്താ ഡെന്നി നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തായോ? ഞാൻ അവിടെ വന്നാ അത് ശരിയാവില്ല. നിനക്കറിയാവുന്നതല്ലേ മമ്മി, എനിക്കൊരിക്കലും മമ്മീനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരില്ല. അതിന് മമ്മി ഇവിടെ ഇല്ലല്ലോ. മമ്മിയും നയനും കൂടി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. അപ്പം നീ കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ. നീ എന്തായാലും ഇങ്ങോട്ട് വാ, നമുക്ക് വിശദമായിട്ട് കണ്ട് സംസാരിക്കാം. ഓക്കെ? എടാ അത് വേണോ? അവർ പെട്ടെന്നെങ്ങാനും വന്നാൽ എനിക്ക് പറ്റില്ലടാ. എനിക്കത് മാത്രം സഹിക്കാനാവില്ല. ഞാനന്ന് മമ്മിക്ക് പ്രോമിസ് കൊടുത്തതാ, നീ മമ്മിയുടെ മുന്നിൽ വരില്ലാന്ന്. എൻ്റെ പൊന്ന് ചിന്നു, നീ ഇപ്പം അതൊന്നും ആലോചിക്കണ്ട. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ ഹാപ്പി ആയിട്ടായിരിക്കും പോവുക. അത് ഞാൻ നിനക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്, 100%. ഇങ്ങോട്ട് വാ, എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി തരും. ഇതെൻ്റെ പ്രോമിസാണ്. എന്നാൽ ഞാനൊന്ന് റെഡി ആവട്ടെ, ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. അവിടെ വന്നിട്ട് കാണാടാ, ബൈ. ഡെന്നി, ആരായിരുന്നു നേരത്തെ വിളിച്ചേ? വേറെ ആരുമല്ല, നമ്മുടെ ചിന്നുവാ വിളിച്ചേ. എന്തൊരു കാര്യം അർജൻറ്റായിട്ട് അവൾക്ക് കണ്ട് സംസാരിക്കാനുണ്ട്. ഞാൻ അവളോട് ഇവിടോട്ട് വരാനാ പറഞ്ഞേ. എന്ത്, ഇവിടോട്ട് വരാനോ? സമ്മതിച്ചോ അവള്? മമ്മി ഉള്ളപ്പോൾ അവൾ ഒരിക്കലും വരില്ല. അതെനിക്കറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മമ്മിയും നീയും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം വാന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓള് വരും. എൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനും നീ ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം. ചിന്നു വരുമ്പോൾ മമ്മിയും ചിന്നു മാത്രം മതി. അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ. അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. എനിക്ക് ഉറപ്പാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. നീ നോക്കിക്കോ, നീ പെട്ടെന്ന് റെഡി ആവും, നമുക്ക് എവിടേക്കും പോവാം, മമ്മിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട്. ശരി ശരി, ഞാൻ റെഡി ആവട്ടെ. അപ്പോഴേക്കും മമ്മിനോട് കാര്യം പറഞ്ഞിട്ട് വാ. മമ്മി എന്താ ഇവിടെ കിടന്നുറങ്ങുന്നേ? എന്താ മമ്മിക്കൊരു ക്ഷീണം? ഇന്നലെ നല്ലതുപോലെ ഉറങ്ങിയില്ലേ? ഏയ്, ഞാൻ ഇന്നലെ നല്ലതുപോലെ തന്നെ കിടന്നുറങ്ങിയേ. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഞാനും നീനും കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. അവൾക്ക് എന്തൊക്കെയോ ഷോപ്പിംഗ് ചെയ്യാണ്ട് പറഞ്ഞു. മമ്മി വരുന്നുണ്ടോ? ഞാനില്ലടാ മക്കളെ, നിങ്ങൾ പോയിച്ചു വാ, സൂക്ഷിച്ചു പോണേ. എന്നാ ഞങ്ങളൊന്ന് പോയിട്ട് വരാട്ടോ. നീനു വാ, സമയം വൈകുന്നു, വേഗം വാ. മമ്മിയുടെ ഒറ്റക്കുള്ളതാ, പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. ആരാ ഇത്? അവരിത്ര പെട്ടെന്ന് വന്നോ? മമ്മി, സോറി, ഞാൻ ഡെന്നിയെ കാണാൻ വേണ്ടി വന്നതാ. അവനിവിടെ ഇല്ല, ഞാൻ പൊക്കോളാം. നീ എവിടെയും പോവില്ല മോളെ. എനിക്ക് എൻ്റെ കുഞ്ഞില്ലാണ്ട് പറ്റുമോ? സോറി മോളെ, അന്ന് മമ്മി ഒരുപാട് വേദനിപ്പിച്ചു. എനിക്കറിയാം, പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒന്നും ഈ മമ്മി മനസ്സ് തട്ടി പറഞ്ഞതല്ല. മോളെ മമ്മിനോട് ക്ഷമിക്ക, എൻ്റെ കുഞ്ഞിനോട് ക്ഷമിക്ക. എനിക്ക് എൻ്റെ മോളെ കാണാതെ പറ്റില്ല.
എന്നോട് ക്ഷമിക്കുക. മമ്മി എന്തിനു കരയണേ? എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല. എൻ്റെ മമ്മി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ അപ്പൊ തന്നെ എനിക്ക് സമാധാനം. എൻ്റെ മമ്മി കരയണ്ട, എനിക്കൊന്നുമില്ല. എൻ്റെ മോള് ഇനി മമ്മീനെ വിട്ട് പോവരുത്. മമ്മിക്ക് മോളില്ലാണ്ട് പറ്റില്ല. മമ്മിയും പപ്പയും മോളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പഴയ പോലെ ജീവിച്ചൂടെ? മോക്ക് വന്നൂടെ മമ്മിയുടെ കൂടെ വന്നൂടെ മോളെ? സോറി മമ്മി, സോറി. എനിക്ക് പറ്റില്ല. എനിക്ക് അവന്റെ കൂടെ ജീവിക്കണം. ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല മമ്മി. എന്നോട് ക്ഷമിക്ക്. മമ്മിയുടെ കൂടെ വരാൻ എനിക്ക് ആഗ്രഹമില്ലാത്തോണ്ടല്ല, എനിക്കൊണ്ട് അതിന് പറ്റില്ല. എന്നോട് ക്ഷമിക്ക്. മോൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ മോള് ചൂസ് ചെയ്തത് ശരിയാണെന്ന്? ഒന്ന് ആലോചിച്ച് നോക്ക്. മോൾക്ക് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. പ്ലീസ് മോൾ അതൊന്നും മനസ്സിലാക്ക്. മോള് തിരഞ്ഞെടുത്ത ആള് അത്ര നല്ലതല്ല. ഇല്ല മമ്മി, എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. എന്റെ സ്നേഹം അത് സത്യമാ. അവനെ പറ്റി അറിയോന്ന് ചോദിച്ചാല് എനിക്കറിയില്ല. ഒന്ന് മാത്രമേ അറിയൂ. അവനെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ അവൻ എന്നെയും. അതെനിക്ക് ഉറപ്പാ. അത് മാത്രം മതി എനിക്ക്. മമ്മി ഇനി മോളെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നല്ലോ, അത് മാത്രം മതി. പിന്നെ സത്യം ഏതാ തെറ്റേതാന്നൊക്കെ കർത്താവ് മോൾക്ക് വഴിയെ മനസ്സിലാക്കി തരട്ടെ. എപ്പോഴും മമ്മിയും പപ്പയും നിൻ്റെ കൂടെ ഉണ്ട്. മോൾ ഇവിടെ തന്നെ നിൽക്കാതെ അകത്തോട്ട് വാ. മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. ഇതൊക്കെ കഴിച്ചിട്ട് മോൾ ഇന്ന് ഇവിടുന്ന് പോയാൽ മതി. എൻ്റെ കർത്താവെ, സമാധാനമായി. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ. മമ്മി മോളും ഒന്നായല്ലോ. എനിക്കത് മതി. അല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അല്ല മോളെ? അതെ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് തീരാവുന്നതേ ഉള്ളായിരുന്നു. ഇന്ന് മമ്മി ഒരുപാട് ഹാപ്പിയാണ്. മോളിന്ന് പോവോ? ഇന്ന് പോകണ്ട മോളെ. പോണം മമ്മി, പോകാതിരിക്കാൻ പറ്റില്ല. മമ്മിക്ക് അറിയാത്തോണ്ടാണ്. ശരി എന്നാ നിങ്ങളിവിടെ ഇരിക്ക്. മമ്മി പോയിട്ടേ മോളുടെ ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കി കൊണ്ടുവരാം. എണ്ണി, എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെനിക്കറിയാലോ, അതിനല്ലേ നീ വന്നേ. എന്താടാ കാര്യം? നോ വേ ചിന്നു, നീ എന്തൊക്കെ പറയുന്നേ? നമ്മുടെ അർജുൻ ഇങ്ങനെയൊക്കെ ഒരിക്കലും ഇല്ല. അവനിങ്ങനൊന്നും പറ്റില്ല. എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പഴയ അർജുൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? മേ ബി ഇപ്പോഴത്തെ എഡ്വിൻ ആണെന്നുണ്ടെങ്കിൽ ചെയ്തിരുന്നേനെ, എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും നമ്മുടെ അർജുൻ ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കറിയോ, അർജുനും എഡ്വിനും ഒന്നാണെന്ന് കേട്ടിട്ട് തന്നെ എനിക്ക് വിശ്വാസം പറ്റില്ല. അവൻ എന്നോടൊക്കെ പെരുമാറുന്ന ഒരു ബിഹേവിയർ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ര വേദനിക്കുന്നുണ്ട്. എങ്ങനെ നടന്നതായിരുന്നു? എന്നോട് പോലും ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്തൊക്കെയോ അവൻ്റെ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. ഐ കാൺ ബിലീവ്. സത്യമായിട്ടും ചിന്നു, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കറിയാടാ, എൻ്റെ അർജുൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം എന്തൊക്കെയാ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഉറപ്പാ. നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്കറിയണം. അതുപോലെ റോയ് പറയാ, അവൻ ഇങ്ങനെയൊക്കെ ആവാൻ മേ ബി ഞാനൊരു കാരണമായിട്ടുണ്ടാവുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ച് എന്താണ് ഇതിൽ എനിക്കറിയാൻ പാടില്ല. അവൻ എൻ്റെ വീട്ടുകാരോടൊക്കെ ദേഷ്യ. നിനക്കറിയാവുന്നതല്ലേ, ഞാൻ അർജുനായ സമയത്ത് എൻ്റെ ഫാമിലിക്ക് പോലും അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അവർക്ക് ഇവനെ പറ്റി അറിയ പോലുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. എല്ലാം കണ്ടുപിടിക്കണം. ഒന്നുറപ്പാ, അവനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട്. എല്ലാം നമുക്ക് അറിയണം. അതല്ല, നിന്നോടിപ്പോൾ അവനെങ്ങനെയാ? കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്നെ ഫിസിക്കലി ഉപദ്രവിക്കാറൊക്കെ ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പുറത്ത് വെറുതെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവൻ എന്നെ ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലായി. എന്തായാലും എനിക്കെന്താ ഈ എഡ്വിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. അവൻ പണ്ടത്തെ പോലെ അല്ലല്ലോ. എന്നോടൊക്കെ എന്തിനാ അവൻ ഈ ദേഷ്യം കാണിക്കുന്നത്? ഞാനൊക്കെ എന്താ ചെയ്തത്?
എനിക്കറിയാൻ പാടില്ല. ഇപ്പം അവന് പക്ക സ്ട്രേഞ്ചറെ പോലെയാ ബിഹേവിയർ. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാ നീ അവിടെ സേഫാണോ അല്ല എന്നൊരു ടെൻഷൻ. സാരല്ലടാ, എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. റോയിനോട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെതായ തരത്തിൽ അന്വേഷിക്കണം. നീയും ഒന്ന് അന്വേഷിക്കുക. എൻ്റേതായ രീതിയിൽ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാം കണ്ടുപിടിക്കണം. ഒന്നവിടെ നിന്നേ. എന്താ എന്താ തനിക്ക് വേണ്ടേ? നീ എവിടായിരുന്നു? ആരോട് ചോദിച്ചിട്ടാ നീ പുറത്തോട്ട് പോയേ? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് പുറത്തു പോകാൻ ആരുടെ പെർമിഷനും വേണ്ട. പിന്നെ എൻ്റെ മര്യാദ കൊണ്ട് മാത്രം പറയുന്നു, ഞാൻ ഡെന്നിയെ കാണാൻ പോയതായിരുന്നു. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഇച്ചിരി പ്രശ്നം തന്നെയാ. നീ എൻ്റെ ഭാര്യ, എഡ്വിൻ്റെ പെണ്ണ. നീ ഇനി തൊട്ട് ആരെയും കാണാൻ പോകുന്നില്ല. നിനക്കതിനുള്ള അവകാശമില്ല. നിന്നെ ഒന്ന് ഫ്രീ ആയി വിട്ടപ്പോ തലയിൽ കയറി നിറങ്ങാന്ന് കരുതിയോ? ഒരിക്കലുമില്ല. നീ ഇനി തൊട്ട് ആരെയും കാണാൻ പോകുന്നില്ല. ആരും നിന്നെയും കാണാൻ പോകുന്നില്ല. ഭാര്യ പോലും തനിക്കതിനുള്ള ഒരു അവകാശമില്ല. ഞാൻ ഇനിയും പോവും. നിന്നിലെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് നീയല്ല, കർത്താവ് എന്ന് പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. നീ ഇനി പുറത്തോട്ട് പോകുന്നത് എനിക്കൊന്ന് കാണണല്ലോ. ഇവിടെ വിട്ട് നിനക്ക് എവിടെയും പോകാനുള്ള പെർമിഷൻ ഇല്ല. നീ ഒന്ന് ശ്രമിക്ക്, അപ്പൊ ബാക്കി കാണാം. ഒരു കാര്യം ചോദിക്കട്ടെ, തനിക്കെന്നെ ഇഷ്ടമാണോ? തനിക്കെന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നേ? എന്നെ എന്റെ വൈക്ക് വിട്ടേക്ക്. എനിക്ക് തന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. ശരിക്കും ശരിക്കും നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല? ആരാ ഈ പറയുന്നേ? മുഖത്ത് നോക്കി പറയടി. നീ അതിനു വേണ്ടിയാ കാത്തിരിക്കുന്ന എനിക്കറിയാം. അതിനു വേണ്ടിയാ എന്റെ പാസ്റ്റ് ചെകയുന്നേന്ന് എനിക്കറിയാം. വല്ലാണ്ട് കളിക്കല മോളെ. നീ എന്താ വിചാരിച്ചു? നീ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഞാനൊന്നും അറിയില്ലെന്നോ? നിന്നെ പറ്റി എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ശരിയാടോ, ശരിയാ. താൻ പറഞ്ഞതൊക്കെ ശരിയാ. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എനിക്കെന്നിട്ട് പകരം കിട്ടുന്നത് എന്താ? ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ? എനിക്കറിയണം എന്താ തന്റെ പ്രശ്നം. എന്നാ നിങ്ങൾ തന്നെ അത് പറ. ഇതിന്റെ പിന്നാലെ എനിക്ക് പോകണ്ടല്ലോ. എല്ലാം എന്നോട് പറ. എന്താ നിങ്ങൾക്ക് പറ്റിയേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ഇന്നലെ കൂടെ നിങ്ങളെ എന്തൊക്കെ കാണിച്ചു കൂട്ടി? എല്ലാം ഞാൻ ക്ഷമിച്ചു, എല്ലാം ഞാൻ ഉൾക്കൊണ്ടു. നിങ്ങൾ എന്റെ ആയോണ്ട് മാത്രം. എന്നിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഇന്ന് എന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാ? പഴയ എഡ്വിൻ. ഇന്നലെ കാണിച്ചു കൂട്ടിയതൊന്നും ഓർമ്മയില്ലല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. ശരിയടി, എനിക്കൊന്നും ഓർമ്മയില്ല. ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. നീ തന്നെ ഓർത്തോ. പിന്നെ ഇനി തൊട്ട് മേലാൽ എന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഇവിടെ എവിടോട്ടും നിനക്ക് പോകാൻ പറ്റില്ല. ആരെയും കോണ്ടാക്ട് ചെയ്യാനും പറ്റില്ല, ആരെയും കാണാനും നിനക്ക് പറ്റില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ മതിയോ? വേണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ പോകും. കാണണം നിങ്ങൾക്ക്? കാണണോ? എന്റെ വാക്കും ധിക്കരിച്ച് നിനക്ക് ഇവിടുന്ന് പോകാനുള്ള ധൈര്യം ഉണ്ടോ? അങ്ങനെയെങ്കിൽ അതൊന്ന് കാണണല്ലോ. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. ഞാൻ പോവാ. ഓ, അത്ര ധൈര്യം. ഇങ്ങോട്ട് വാ. എന്നെ വിടാ. മിണ്ടാതിരിക്കടി. നീ ഇനി ഇവിടുന്ന് പുറത്തോട്ട് നടക്കുന്നത് കാണണല്ലോ. ഇങ്ങോട്ട് വാ. എന്നെ വിടാ. എന്നെ വിടടോ. എന്റെ കൈ വേദനിക്കുന്നു. വിട്. എന്റെ മമ്മി എന്തേ കാണിക്കുന്ന? വിട്. എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത്? മാറിക്ക്. എന്റെ അടുത്ത് വരരുത്. കൈ വിട്. കൈ വിടാനല്ല. എന്താ ഇത്? ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ഇങ്ങോട്ട് പോവില്ല. ഇതിന്റെ ആവശ്യമില്ല. ചോദിച്ച് വാങ്ങിയതാ. ഞാൻ പറയുന്നത് കേട്ടാ പോരായിരുന്നു. അപ്പൊ നിനക്ക് അഹങ്കാരം. കുറച്ചു നേരം ഇങ്ങനെ കിടക്കും. അതെ, നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നത്? എന്നെ അയച്ചു വിടും പ്ലീസ്. അതിനൊന്ന് അയച്ചു വിട്. ഇതെങ്ങനെയുള്ള അയക്കണല്ലോ. ദേഷ്യം കിട്ടുന്നില്ല. ഒന്ന് അയച്ചു വിട് പ്ലീസ്. എന്റെ കൈ വേദനിക്കുന്നു. ഇങ്ങനെ തന്നെയുള്ള ഉറപ്പാണ്. അതിനെന്താ, അഴിച്ചുവിടാലോ. അതിനാദ്യം നീ സമ്മതിക്കണം.
നീ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ലാന്ന്, അങ്ങനെക്ക് മാത്രം ഞാനത് അയച്ചുവിടാം. അല്ലെങ്കിൽ നീ ഇനി എന്റെ തടവറയിൽ തന്നെയാ ഇതുപോലെ കിടക്കും. നിനക്ക് പിന്നെ എവിടെയും പോവാൻ പറ്റില്ലല്ലോ. എന്ത് പറയുന്നു? നിനക്ക് തീരുമാനിക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ഈ വീട്ടിലെങ്കിലും നിനക്ക് ഫ്രീഡം വേണോ, അതോ ഇവിടെയും നിനക്ക് തടവറ എന്ന പോലെ ജീവിക്കണോ? നോക്ക് ചിന്നു, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പക്ക സീരിയസ് ആണ്. നിനക്ക് ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. എനിക്ക് നിന്നെ വിടാനും പറ്റില്ല. പക്ഷെ നിനക്ക് ഞാൻ നല്ലൊരു ഓഫർ വെക്കാം. എന്റെ കൂടെ എന്റെ ഭാര്യയായി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കണം. ഒരാളെയും, നിന്റെ ഒരു റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും നിനക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. ഇവിടെ എന്റെ കൂടെ എന്റെ ഭാര്യയായി മാത്രം ജീവിക്കുക. ഇതാണ് എനിക്ക് വേണ്ടത്. അല്ല, ഇത് നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടി നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിൽ, ഇതുപോലെ ലോക്ക് ചെയ്തിട്ടാണെങ്കിൽ നിന്നെ ഇവിടെ ഇടും. പക്ഷെ നിനക്ക് ചൂസ് ചെയ്യാം. ഹാപ്പിനെസ് വേണോ, അതോ ഇതുപോലെ മനസമാധാനം ഇല്ലാതെ ടെൻഷനോടുകൂടി ഇഷ്ടപ്പെടാതെ ജീവിക്കണമെന്ന്. ഇനി നിന്റെ ചോയ്സാ, നിന്റെ മാത്രം. പക്ഷെ അതിന് ഞാൻ എങ്ങനെയാ ഡെന്നിയെ മമ്മിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യല്ലേ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നത്? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അവരൊക്കെ എനിക്ക് എത്ര പ്രിയപ്പെട്ടവരാന്ന്. എനിക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാ പറഞ്ഞേ, നിനക്ക് പ്രിയപ്പെട്ടതായിട്ട് ഞാൻ മാത്രം മതി. വേറെ ഒന്നും പാടില്ല. അതെനിക്ക് നിർബന്ധമാ. നിനക്ക് തീരുമാനിക്കാം, എന്നെ വേണോ അതോ. എന്തായാലും നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. നിനക്ക് എന്നെ മാത്രമേ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് പറ്റി? നിങ്ങളെ മനസ്സ് മാറിയോ? പെട്ടെന്ന് എന്നോട് ഭാര്യയായി ജീവിക്കാനൊക്കെ പറയുന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്കിപ്പോ എന്താ വേണ്ടതെന്നൊന്നും നീ നോക്കട്ട. അതൊക്കെ വഴിയെ നീ മനസ്സിലാക്കിക്കോ. പക്ഷെ ഇപ്പൊ ഒന്നുണ്ട്, നിന്നെ വേണം. ഞാൻ സ്നേഹിച്ച എന്റെ പെണ്ണിനെ എനിക്ക് വേണം. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഒരുക്കല്ല ഞാൻ. നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈശോയെ. നിങ്ങൾ എന്താ ഇങ്ങനെ? കുറച്ചു കാലമായിട്ട് ഞാൻ ഇങ്ങനൊക്കെ തന്നെയാ. കൂടുതൽ സംസാരിക്കാനൊന്നും നേരമില്ല. നിന്റെ തീരുമാനം പറഞ്ഞോ? പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളുടെ ഭാര്യയായി ഞാൻ ഇവിടെ ജീവിക്കാം. പക്ഷെ നിങ്ങൾ എന്നെ ആ പൂർണ്ണ മനസ്സോടുകൂടി ഭാര്യയായി കാണുന്നുണ്ടോ? എനിക്കതറിയണം. ആ ക്വസ്റ്റ്യൻ ഇവിടെ പ്രസക്തിയില്ല. ഒരു കാര്യം മാത്രം നീ ഓർത്തു വെച്ചാ മതി. നീ എന്റെ പെണ്ണാ. നീ ഇവിടെ എന്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ നീ പാലിച്ചിരിക്കണം. സമ്മതിച്ചു, എല്ലാം ഞാൻ സമ്മതിച്ചു. ഞാൻ നിങ്ങളുടെ ഭാര്യയായി ഇവിടെ ജീവിച്ചോളാം. പക്ഷെ എൻ്റെ ഭർത്താവിന് എന്നോട് ഫീലിങ്സും ഇമോഷനും ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? അങ്ങനെ ഒരു അവകാശം നിനക്കില്ല. ഞാനത് തന്നിട്ടില്ല. എനിക്ക് നിന്നിൽ മാത്രം അവകാശം. നിനക്ക് എന്നിലൊരു അവകാശവും ഇല്ല. മനസ്സിലായോ? നീ എന്റെയാ. നിനക്ക് ഒരു അവകാശവും എന്നിലില്ല. ഞാൻ അത് തരുമ്പോ നിന്നോട് പറയാം. എന്റെ ഭാര്യ ഇപ്പോ കരയേണ്ട സമയമല്ല. പൂർണ്ണ സമ്മതത്തോടു കൂടി എന്റെ അടുത്ത് വന്നിരിക്കല്ലേ. അപ്പോ നിന്റെ പൂർണ്ണ സ്വബോധത്തോടു കൂടിയും എനിക്ക് നിന്നെ എന്റേതാക്കണം. 5 വർഷങ്ങൾക്ക് മുന്നേ ആ രാത്രിയാ എൻ്റെ ജീവിതം മാറ്റിമറിച്ച്. ആ രാത്രി തന്നെയാ നീ എൻ്റേതായതും. പക്ഷെ എനിക്കെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നത് നിന്നെ എൻ്റെ ഭാര്യയാക്കിയതിന് ശേഷം എൻ്റേതാക്കുമെന്നായിരുന്നു. സോ എനിക്കിപ്പോൾ 2 പേരുടെയും പൂർണ്ണ മനസ്സോടെയും സ്വബോധത്തോടു കൂടിയും നിന്നെ എൻ്റേതാക്കണം. मुझको
അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് മാറ്റമൊന്നും എൻ്റെ ഇച്ചാൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഇച്ചാൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ എന്നെ വന്ന് കാണും, അതൊക്കെ നേടിയെടുക്കും. ഞാനായിട്ട് അതിന് നീരസം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം താല്പര്യമില്ലാതെ ഞാൻ നിന്നാലും ഇച്ചാന് വേണ്ടതൊക്കെ ഇച്ചാൻ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ എങ്ങനെയാലും സ്നേഹിച്ച ആളല്ലേ, ആൾക്ക് മുന്നിൽ താല്പര്യത്തോടെ നിന്നാൽ അത്രയും നമുക്കുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാത്തിനും നിന്ന് കൊടുക്കും. ഇച്ചാൻ്റെ അടുത്തു നിന്നുള്ള സ്നേഹം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ അത് മാത്രം കിട്ടുന്നില്ല. ആൾ എന്നോട് ദേഷ്യപ്പെടാറില്ല, അനാവശ്യമായ വഴക്കിടാൻ വരാറില്ല. എന്തെന്നെ പറഞ്ഞാലും എൻ്റെ ലൈഫിനൊരു അർത്ഥമില്ലാത്ത പോലെ തോന്നി. എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മമ്മിനെ, ഡെന്നിനെ, റോയിനെ, എനിക്ക് പുറത്തുനിന്നുള്ള ഒരു വിവരവുമില്ല. ഇച്ചാൻ്റെ ആ കാര്യങ്ങളിലൊക്കെ ദിവസം പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഞാനെന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് പോലും ചിലപ്പോൾ ഓർക്കാറില്ല. എനിക്കാകെ മടുത്തു. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ആവണമെന്ന് കരുതി ദിവസവും ഞാൻ നിൽക്കും. പക്ഷേ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. എനിക്കറിയില്ല ഇതൊക്കെ എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന്. ഇച്ചാൻ്റെ കഴിഞ്ഞു പോയ പാസ്റ്റ് എനിക്കറിയാം. അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള എന്തോ ആണ് ആ പാസ്റ്റ്. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇച്ചാൻ്റെ സ്നേഹം എനിക്ക് കിട്ടില്ല. അങ്ങനെ ഇപ്പോൾ 1 മാസമായി ഇച്ചാൻ്റെ തടവറയിൽ. എനിക്കറിയില്ല എനിക്ക് ചുറ്റും എന്താ നടക്കുന്ന പോലും. ആകെ ഭ്രാന്ത് പിടിക്കുക. ഒരാളോട് പോലും സംസാരിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല. നിനക്കൊരു തീരുമാനം ഉണ്ടാക്കണം. നിനക്കെന്താ ഇനി വേണ്ടേ? നീയുമായിട്ടുള്ള ഒരു മീറ്റിങ്ങും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മിസ്റ്റർ റെഡ്വിൻ. വരേണ്ടിടത്ത് വരിക തന്നെ ചെയ്യണം. നമ്മുടെ കോൺട്രാക്റ്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിനക്ക് ഓർമ്മയില്ലേ? ഒരു റൂള് പോലും നീ ബ്രേക്ക് ചെയ്താല് എനിക്ക് എന്താ വേണ്ടതെന്ന് നിന്നോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. നിനക്കത് തരാനും. ഇതൊക്കെ ഓർത്തിട്ട് തന്നെയാണോ നീ പറയുന്നത്? ഹിനഫ്, ഇതും പറഞ്ഞ് നീ പേടിപ്പിക്കണോ? മതി, നിർത്തിക്കോ. നിന്റെ കൂടെ ഒരു വർക്കിനും എനിക്ക് താല്പര്യമില്ല. എല്ലാ ഡീലിങ്സും ഡോക്യുമെന്റ്സും ഇന്ന് തന്നെ എനിക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം. നിനക്ക് എന്താ വേണ്ടത്? നഷ്ടപരിഹാരം? പണമാണോ? എത്ര വേണേലും ഞാൻ തരാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഈ എഡ്വിനില്ല. നിന്റെ കൂടെ ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ വർക്ക് ചെയ്യില്ല. നീ ക്യാൻസൽ ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ട് തന്നെയാണോ പറഞ്ഞേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട കോമ്പൻസേഷൻ നീ തരണം. ഞങ്ങൾക്ക് നിന്റെ പണമൊന്നും വേണ്ട. ആർക്ക് വേണം നിന്റെ പണം? എനിക്ക് വേണ്ടത് പൂജയാ, എൻ്റെ പെങ്ങളെ. അവളെ ഇങ്ങ് തന്നേക്ക്. നിന്റെ ഭാര്യയെ എനിക്ക് തരണം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നിനക്ക് ക്യാൻസൽ ചെയ്ത് പോവാം. എന്ത് പറയുന്നു? പറ്റില്ല. അതൊഴിച്ച് നീ എന്ത് വേണേലും ചോദിച്ചോ, അത് മാത്രം ഞാൻ തരില്ല. എനിക്ക് അത് മാത്രം മതി. എൻ്റെ സിസ്റ്ററെ എനിക്കങ്ങ് തന്നേക്ക്. നിനക്കെന്തിനാ? അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നീ അവളെ തരത്തില്ല എന്ന് പറഞ്ഞത്. എനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പെങ്ങളെ ഇങ്ങ് തന്നേക്ക്. എന്നിട്ട് നീ ഈ ഡീലിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയിക്കോ. ഐ ഡോണ്ട് കെയർ. അത് പറ്റില്ല എന്നല്ലേ പറഞ്ഞേ? അതെനിക്കറിയാലോ നിനക്ക് പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് ഡീലിൻ്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. പിന്നെ നീ എൻ്റെ പെങ്ങളെ നിന്റെ കരവലയത്തിനുള്ളിൽ കൂട്ടിയിട്ടിരിക്കാന്ന് എനിക്കറിയാം. എനിക്കതോർത്ത് ഒരു ടെൻഷനില്ല. കാരണം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഒരിത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. നിന്റെ അടുത്താവുമ്പോൾ നിന്റെ ഒരു വിരൽ പോലും അവളുടെ ദേഹത്ത് പതിയില്ല. അതെനിക്കറിയാവുന്നതാ. സോ എൻ്റെ മോർണിംഗ് പോന്നേക്ക്. വിത്തിൻ ഹവർ നീ ഇവിടെ എത്തിയിരിക്കണം. എനിക്ക് മാത്രമല്ല അവളൊന്നും ചെയ്യാൻ പറ്റാത്തത്. അവളെൻ്റെ വീക്ക്നെസ്സാ. എന്തിനെ അവൾ എൻ്റെ വീക്ക്നെസ്സായി മാറിയത്? പറ്റില്ല. എനിക്ക് എല്ലാത്തിനും പകരം ചെയ്തേ പറ്റൂ. അവൻ എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അവളെ വെച്ച് വേദനിപ്പിച്ചേ പറ്റൂ. എനിക്കിനിയും മുഖം തിരിക്കാൻ പറ്റില്ല. അവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ശരിയാക്കി തരാടാ. അവളെ എൻ്റെ കയ്യിൽ സേഫാണല്ലോ നീ പറഞ്ഞേ. നീ കരയും. അതെനിക്ക് കാണണം. കാണിച്ചു തരാം ഞാൻ. ചായ ഒന്നൊന്ന് എനിക്ക് എൻ്റെ ഫോൺ ഒന്ന് തരുമോ? മമ്മി ഒന്ന് വിളിക്കാനോ പ്ലീസ്. എത്ര ദിവസമായി എനിക്കിവിടെ ഇങ്ങനെ നിന്നൊരു ശ്വാസം മുട്ടുക. പ്ലീസ്.
ഞാൻ ഒന്ന് വിളിച്ചോട്ടെ, എൻ്റെ ഫോൺ താ. എന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എനിക്ക് ഒരാളെ വിളിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ പിന്നാലെ വരണ്ട. പ്ലീസ് അച്ഛാ, പ്ലീസ്. എത്ര ദിവസമായി ഞാൻ ഇതിൻ്റെ ഉള്ളില്? ഒരു തവണത്തേക്ക് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, പ്ലീസ്. നിനക്കെന്തടി പറഞ്ഞ മനസ്സിലാവില്ല. നിനക്കെടുക്കാനായിട്ട് എഴുതുന്നു. മമ്മി